ഭൂമിയിൽ നമ്മൾ പല ഭക്ഷണങ്ങളും കഴിക്കും. ബഹിരാകാശത്ത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് അറിയാമോ? ഇന്ത്യൻ ഭക്ഷണങ്ങളായ മൂങ് ദാലും ക്യാരറ്റ് ഹൽവയും സ്പേസിൽ വെച്ച് ശുഭാംശു ശുക്ല കഴിക്കുന്ന ദൃശ്യങ്ങൾ വൈറലാണ്. ഇന്ത്യൻ രുചികളെ കൂടി ശുഭാംശു പരിചയപ്പെടുത്തുമ്പോൾ ബഹിരാകാശത്ത് ഭക്ഷണം എങ്ങനെ കഴിക്കും, ഈ വിഭവങ്ങൾ എങ്ങനെ അവിടെ എത്തിക്കും എന്ന സംശയം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഭക്ഷണം മുൻകൂട്ടി പാകം ചെയ്ത് സീൽ ചെയ്ത് നിർജ്ജലീകരണം നടത്തിയ ശേഷം മാത്രമേ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയൂ. ഭക്ഷണ വിഭവങ്ങൾ മലിനമാകാനുള്ള സാധ്യത പൂർണ്ണമായി ഒഴിവാക്കിയ ശേഷമാകും പാക്കിംഗ്. കഴിക്കുന്നതിന് മുൻപ് പ്രത്യേക ബഹിരാകാശ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണത്തിന് വീണ്ടും ജലാംശം നൽകും. ഭക്ഷണം പൗച്ചുകളിൽ നിന്ന് നേരിട്ടാണ് കഴിക്കുന്നത്. വാക്വം പൗച്ചുകളിലോ നൈട്രജനിലോ ആണ് ഭക്ഷണ പദാർത്ഥങ്ങൾ സ്പേസിലേക്ക് കൊണ്ടുപോവുക. ഭൂമിയിൽ നിന്ന് ശ്രദ്ധാപൂർവം തയ്യാറാക്കുന്ന ഭക്ഷണം ബാർകോഡ് ചെയ്യുകയും കാർഗോ മൊഡ്യൂളുകളിൽ കയറ്റുകയും ചെയ്യുന്നു. വിക്ഷേപ സമയത്തും സംഭരണ സമയത്തും സുരക്ഷിതമായ പാക്കേജിംഗ് കേടുകൂടാതെ സ്പേസിൽ എത്തുന്നതുവരെ സൂക്ഷിക്കുന്നു. ബഹിരാകാശത്തെ ഓരോ ഭക്ഷണ വിഭവവും സുരക്ഷ, പോഷക സമൃദ്ധി, യാത്രികരുടെ ഇഷ്ടം എന്നിവയെ മുൻനിർത്തിയാണ് രൂപകൽപ്പന ചെയ്യുന്നത്. ബഹിരാകാശ യാത്രികർക്ക് ആരോഗ്യത്തോടെ നിലനിൽക്കാനും വീടുകളിലെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനും വേണ്ടിയാണ് പ്രത്യേക ഫുഡ് മെനു തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമിയിലെ പോലെ ബഹിരാകാശത്ത് ഭക്ഷണം കഴിക്കുന്നത് അത്ര എളുപ്പമല്ല. കൃത്യമായ പരിശീലനം കൂടി ആവശ്യമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അത് വെള്ളവുമായി മിക്സ് ചെയ്യണം. പക്ഷേ വെള്ളം മിക്സ് ചെയ്യുക എളുപ്പത്തിൽ സാധിക്കില്ല, അല്പം ശ്രമകരമാണ്. ഭക്ഷണം പുറത്തെടുത്താൽ തന്നെ അത് സീറോ ഗ്രാവിറ്റിയിൽ ഒഴുകി നടക്കും. പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ ബഹിരാകാശത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കൂ.